ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ആടിൻ്റെ പണ്ടവും കുടലും ഒക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതിനുള്ള ഡീറ്റെയിലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നമുക്കിതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഞാനത് ആദ്യം തന്നെ ഇത് ചെറുതരം പീസാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. അത് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ മുറിച്ചെടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് നിറച്ച് ചാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ശരിക്കും കഴുകിയെടുക്കണം. ഞാനിപ്പോൾ പൈപ്പ് തുറന്നിട്ട് അതിൻ്റെ അടിയിലിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരെണ്ണാട്ടോ. ഇതിനകത്ത് പലതരത്തിലുള്ള പീസുകളുണ്ട്. അതായത് കളങ്കളം, പിന്നെ ടർക്കി, പുസ്തകമൊക്കെ ഇട്ട് അങ്ങനെ പല തരത്തിലുള്ള പീസുകൾ അടങ്ങിയതായിട്ട് ഒരു പണ്ടം എന്ന് പറയുന്നത്. ഈ ആടിൻ്റെ അതുകൊണ്ട് എല്ലാം ചെറുതരം പീസുകളായിരിക്കും. പോത്തിൻ്റെയിലൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പമുള്ള പീസുകളായിരിക്കും. ഞാൻ അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെറുതരം പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനകത്ത് ചാണകവും എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഈ പൊട്ടിക്കുന്നതായിട്ട് ഉണ്ടപ്പെട്ടി എന്ന് പറയും. പിന്നെ ചിലർ പുസ്തകക്കെട്ടെന്ന് പറയും. ഇത് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഇതിനകത്ത് ഫുള്ള് ലെയർ പോലെയാണ് ഇരിക്കുന്നത്. അതിനകത്തൊക്കെ നിറച്ച് ചാണാനും മറ്റും അഴുക്കൊക്കെ ഉണ്ടാകും. അപ്പം നമ്മളതൊക്കെ ശരിക്കും ക്ലീൻ ചെയ്തെടുക്കണം. പോത്തിൻ്റെ ആണെങ്കിൽ ഇത് ഫുള്ള് കയറ്റി അയക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കടകളിലൊന്നും ഇത് മേടിക്കാൻ കിട്ടില്ല. നമ്മൾ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതെല്ലാം ഓർഡറായി പോയിട്ടുണ്ടാകും. ഇത് ഫുള്ള് എക്സ്പോർട്ട് ചെയ്യുകയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കിനി പോട്ടി നമ്മൾ ഏകദേശം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുടൽ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പപ്പടം കുത്തിയായിട്ട് എടുത്തേക്കുന്നത്. ഇനി പപ്പടം കുത്തി ഈ കുടൽമാലയുടെ ഉള്ളിൽ കയറ്റി നമ്മൾ ഇതാ കണ്ടോ ഇതുപോലെ കയറ്റി മറിച്ചിട്ട് എടുക്കണം. എന്നാലാണ് ഇതിനകത്തുള്ള അഴുക്കെല്ലാം നമുക്ക് കളയാൻ പറ്റുള്ളൂ. ഇത് അങ്ങോട്ട് കയറ്റുമ്പോൾ ഇങ്ങോട്ട് തെന്നി ചാടിപ്പോരും. അതുകൊണ്ടാണ് ഞാൻ വയറ്റിൽ കുത്തി പിടിച്ച് വെച്ചേക്കണേ. നമുക്ക് പപ്പടം കുത്തിയോ ഈർക്കിളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ മറിച്ചിട്ട് വെള്ളം തുറന്ന് ഇട്ടേക്കോ കേട്ടോ. കാരണം ഈ അഴുക്കെല്ലാം ഒഴുകി പോകാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ എല്ലാം അവിടെ കെട്ടിക്കിടക്കൂലേ. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം നന്നായിട്ട്. ഇത് മറിച്ചിടാതെ വെറുതെ ഊർത്തി കളഞ്ഞാലും അഴുക്ക് പോകും. പക്ഷേ ശരിക്കും ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ മറിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. എന്നാലാണ് അതിനകത്തുള്ള അഴുക്ക് ശരിക്കും പോകുള്ളൂ. ഇതിപ്പോൾ ഒരു ആടിൻ്റെ പണ്ടാട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ ചെറിയ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ ഇത് മതി. എല്ലാവരും കഴിക്കുന്നവരും വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ ആടിൻ്റെ ഒരു പണ്ടം കൊണ്ട് ഒന്നും ആവില്ല കേട്ടോ. അപ്പം ഇനി നമുക്കിത് ഇതുപോലെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതൊരു വലിയ കുടൽമാലയാണ്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുതരം പീസാക്കി കട്ട് ചെയ്തെടുത്തേക്കണേ കേട്ടോ. അപ്പം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. ഇനി നമുക്കിതുപോലെ എല്ലാ പീസും ക്ലീൻ ചെയ്ത് എടുക്കാം. നന്നായിട്ട് കഴുകി എടുക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ അഴുക്കുണ്ട്. ഈ അഴുക്ക് കുറച്ചെങ്ങാനും ഇരുന്നാൽ നമുക്ക് വയറുവേദനയും വയറിൻ്റെ അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതുപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് തീരാറായിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്യുന്ന നേരം കൊണ്ട് ഇനി നമുക്കൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതായിട്ട് നമ്മൾ നന്നാക്കി കഴിഞ്ഞപ്പോൾ അവസ്ഥ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കണം. ഇനിയും ഇത് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതിപ്പോൾ കഴുകൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയാണ് ക്ലീനിങ് വന്നത്. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്തേക്ക് വെള്ളം നന്നായിട്ട് തിളയ്ക്കുകയും വേണ്ട, എന്നാൽ നന്നായിട്ട് ചൂടാവുകയും വേണം. പക്ഷേ നമ്മൾ ഇടുന്ന സാധനം ഒത്തിരി നേരം ഇതിനകത്ത് ഇടരുത്. പോട്ട് കുറച്ച് നേരം ഇടാവുള്ളൂ. ഇട്ട് ജസ്റ്റ് നന്നായിട്ട് ചൂടായതാണെന്ന് ഇട്ടൊന്ന് അപ്പം തന്നെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്കത് കോരിയെടുക്കാം. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ നമ്മളത് ഫോൾ ഭാഗം ഇതിങ്ങനെ ചിരണ്ടി എടുക്കുമ്പോൾ ഈ ഇറച്ചിയും കൂടി അതിൻ്റെ കൂടെ പോരും. നല്ല ചൂടാട്ടോ. കൈ പൊള്ളാതെ വേണേ നമ്മൾ ചിരണ്ടി എടുക്കാനായിട്ട്. നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ കണ്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ചിരണ്ടി കൊടുത്താൽ തന്നെ ഇതിൻ്റെ മുകളിലുള്ള അഴുക്ക് ഫുള്ള് പോയിക്കോളും. ഈ അഴുക്ക് പോയില്ലെങ്കിൽ നമ്മുടെ വയറിന് കേടാട്ടോ. നന്നായിട്ട് അഴുക്ക് കളഞ്ഞിട്ട് നമ്മൾ ഓരോ പീസും നന്നായിട്ട് വെള്ളത്തിൽ ഒന്നുകൂടി കഴുകിയെടുക്കണം. ഇല്ലെങ്കിൽ ആ ചിരണ്ടിയതിൻ്റെ ചെറിയ കഴുത്ത പാടും ഇതൊക്കെ ചെറുതരം കുറച്ചൊക്കെ അതിനകത്തോടെ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി കഴുകിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. പിന്നെ പോത്തിൻ്റെയൊക്കെ നന്നാക്കുമ്പോൾ അത്ര പാടൊന്നുമില്ല. ആടിനെ നന്നാക്കാൻ പെട്ടെന്ന് പൊക്കോളും. ചിലത് ചൂടുവെള്ളത്തിൽ ഇടേണ്ട ആവശ്യം തന്നെ വരാറില്ല. അല്ലാതെ തന്നെ കൈ കൊണ്ട് നമ്മൾ തെന്നിക്കുമ്പോൾ അതിങ്ങനെ പോകാറുണ്ട്. പക്ഷേ ഇതെന്തോ കുറേ നേരം ആയതുകൊണ്ടാണ് തോന്നുന്നു പോകാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഇതിങ്ങനെ ചൂടാക്കി കഴിഞ്ഞാലും സ്പൂണില്ലാതെയും ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പൊളിഞ്ഞു പോരുകയും ചെയ്യും കേട്ടോ. അപ്പം ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീസും വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കുടലും കൂടി ചൂടുവെള്ളത്തിലിട്ട് എടുക്കണം. പിന്നെ നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നുറുക്കാൻ നേരത്ത് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. തെന്നി പോകാതെ ഇരിക്കും. ഇത് അങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനൊരു ബലം വരുന്നതായിരിക്കും.
അങ്ങനെ ഇനി ഇതായിട്ട് നമ്മുടെ ഉണ്ടപ്പെട്ടി, ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ഇതിനകത്ത് ഈ തൊലി കളയാൻ ഇച്ചിരി പാടാണ്, കാരണം ഇതിങ്ങനെ ഓരോ ലെയറായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ലെയറിൻ്റെ ഉള്ളിൽ കൂടെയും അഴുക്കുണ്ടാകും. അത് മാത്രമല്ല ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് ഉള്ളിൽ വെള്ളം കയറിയിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചൂടുവെള്ളം കയ്യിലേക്ക് ചാടണം, നന്നായിട്ട് കൈ വെള്ളം കിട്ടാം. പക്ഷേ ക്ലീൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാ ഇതുപോലെ ഓരോ ലെയറും തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഒരു ഇച്ചിരി പോലും ആ കറുത്ത സാധനം അതിനകത്ത് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ വളരെ എളുപ്പമായിട്ടോ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് മെനക്കെട്ട പണിയാണ്, പക്ഷെ എന്നാലും വലിയ പ്രയാസമില്ലാതെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിത് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കാം. ഏകദേശം നമ്മളത് ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി നമുക്ക് കുറച്ച് കുടലും കൂടിയാണ് ചൂടുവെള്ളത്തിലിട്ട് എടുക്കാനുള്ളത്. അപ്പം അതും കൂടി ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് എടുക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഈ നെയ്യ് ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ആ പുറം ഭാഗത്തൊക്കെ നെയ്യ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടെയും ചെറിയ അഴുക്കൊക്കെ ഉണ്ടാകും. അവിടെ ഒരു പാട പോലെ ഉണ്ടാകും, അതൊക്കെ നമ്മൾ പൊളിച്ച് കളയണം. ചിലതിൽ ഭയങ്കര നെയ്യൊക്കെ ഉണ്ടാകും, അപ്പോൾ അതൊക്കെ നമ്മൾ പൊളിച്ച് കളയണം. ഒരുപാട് നെയ്യൊന്നും നമ്മൾ എടുക്കണ്ട. പിന്നെ ഇതായാലും മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതേ കുടലും കൂടി ചൂടുവെള്ളത്തിലിട്ട് എടുത്താൽ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഒരു പകുതിയല്ല മുക്കാൽ ഭാഗം തന്നെ തീർന്നു എന്ന് പറയാം. ഈ കുടലിപ്പോൾ ഇതാ കണ്ടോ, ഒരുമാതിരി ലൂസായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് നുറുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോയി, ഒരു വഴുവഴുപ്പുണ്ട് ഇപ്പം ഇതിന്. ഇത് നമ്മളിന്ന് ചൂടുവെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് മുറുക്കം വരും. കണ്ടോ, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ? അതിനകത്ത് കാണുമ്പോൾ തന്നെ അതിന് മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല, ഒരു മുറുക്കം വന്നതുപോലെ. അപ്പോൾ അത് നുറുക്കുമ്പോൾ നമുക്ക് നല്ല എളുപ്പമായിരിക്കും. മറ്റേപാട് നമ്മളിത് വെള്ളത്തിലിടാതെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴുവഴുപ്പുള്ളത് കൊണ്ട് തന്നെ നുറുക്കുമ്പോൾ കിട്ടൂല. ആ അരിവാളയിൽ വെക്കുമ്പോൾ തെന്നി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കൈ മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിതാ ഫുള്ളും ചൂടുവെള്ളത്തിലിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നുറുക്കിയെടുക്കാം. ഞാൻ അരിവാളിൽ വെച്ചാട്ടോ നുറുക്കണം, എനിക്ക് കത്തി വെച്ചൊന്നും നുറുക്കാൻ അറിയാൻ പാടില്ല. അപ്പം ഇനി നമുക്കിത് ഫുള്ള് നുറുക്കിയെടുക്കാം. ഒരുപാട് ചെറിയ പീസും ആക്കരുത്, എന്നാൽ ഒത്തിരി വലിയ പീസും ആക്കരുത്. ഒരുമാതിരി മീഡിയം പീസിൽ മുറിച്ചെടുക്കണം. കാരണം തീരെ ചെറിയ പീസായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ തീരെ എന്താ പറയുക, ചുരുങ്ങി പോയിട്ട് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഒരുമാതിരി ഇച്ചിരി വലിയ പീസാക്കി നുറുക്കുകയാണെങ്കിൽ വെന്ത് കഴിയുമ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ ഇരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ആയിട്ട് കുടലൊക്കെ നുറുക്കിയെടുക്കണേ. ഇനി കത്രിക വെച്ച് വെട്ടുന്നവർക്ക് കത്രിക വെച്ച് വേണമെങ്കിലും വെട്ടിയെടുക്കാം. ഞാൻ നിലമൊന്നും ചീത്തയാവാതിരിക്കാൻ വേണ്ടി നിലത്തൊരു തുണിയൊക്കെ വിരിച്ചിട്ടിട്ടോ ഇത് നുറുക്കണേ, ഇല്ലെങ്കിൽ ആ വെള്ളമൊക്കെ ചാടിയിട്ട് ഭയങ്കര സ്മെല്ലായിരിക്കും. ഇനിയിപ്പോൾ ഇത് നമ്മൾ നുറുക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ചൂടും വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഫുള്ള് നുറുക്കി കഴിഞ്ഞു. കണ്ടോ, ഒരു ആടിനെ ഉണ്ടെന്ന് പറഞ്ഞതാ ഇത്ര ഉള്ളൂ, കുറച്ചുള്ളൂ. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് വീണ്ടും ഇതിൻ്റെ 1/3 ചുരുങ്ങും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം. നന്നായിട്ട് പച്ചവെള്ളത്തിൽ ഞാൻ 2-3 പ്രാവശ്യം വീണ്ടും കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ ഇതൊന്ന് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടി കഴുകിയെടുക്കണം. പിന്നെ നമ്മുടെ ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം എല്ലാം കൂടി വരുമ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിപ്പോകും. അപ്പം അതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ആ വീഡിയോയും കൂടി കാണണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച വെള്ളമോ ചൂടുള്ള വെള്ളം എന്ത് വെള്ളം വേണമെങ്കിലും ഒഴിക്കാം. ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് കഴുകുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് ഏകദേശം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൊട്ടയിലേക്ക് ഒഴിച്ച് വെക്കാം. ഇത് ശരിക്കും വെള്ളം വാൽന്ന് പോയതിന് ശേഷമായിട്ട് നമ്മളിനി വേവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. മറ്റേ വീഡിയോയ്ക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്